ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഞാനൊരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. എനിക്ക് ഓരോരുത്തരുടെ നെഗറ്റീവ് റോൾസ് ചെയ്യാൻ എനിക്ക് എന്തോ താല്പര്യം തോന്നി. കണക്കാണല്ലോ എനിക്ക് പൊളിറ്റിക്സ് ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഇത് അങ്ങനെ പ്രത്യേകിച്ചൊരു നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്ന് പറയും. ഇതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ എല്ലാം നമ്മളിൽ പലരുമായിട്ട് തോന്നും. പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന പല ഇൻസിഡൻസും അതിനെ ഓവർകം ചെയ്യുന്നതിൻ്റെയും ഒരു ബ്രില്യൻസി ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈഫിൽ പലതും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ചില കുട്ടികൾ ബോൾഡ് ആയിരിക്കില്ല ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട്, പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അവളെ ആ ഒരു പ്രാപ്തയാക്കിയെടുക്കുന്ന അങ്ങനെ ഒത്തിരി മെസ്സേജസ് ഇതിനകത്ത് വരുന്നുണ്ട്. കാണുമ്പം പലവരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ പല ഇതായിരിക്കും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സമകാലീന യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ആ, അതെങ്ങനെ നമ്മൾ ആ ഒരു ട്രാവലിംഗ് എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. ഇതിനകത്ത് വരുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ തമ്മിൽ പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ, ചില ഇൻസിഡൻറ്റിൽ ഇവർ തമ്മിൽ അതിനകത്തൊരു പാർട്ടായി വരേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നതാണ്. ഒരു ഒറ്റ ദിവസത്തെ കഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന, എന്നാൽ തമ്മിൽ അറിയാത്തവരും, എന്നാൽ ചില ഒരു പോയിന്റിൽ ഇവർ ഒരു പാർട്ടായി മാറുന്നതാണ്. അപ്പം കാണികൾക്ക് ചിലപ്പോഴും അതൊരു റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഏതെങ്കിലും പ്രദേശം പറയുന്നുണ്ടോ? അതായത് നഗരമാണോ? ഇവർ വരുന്നതെല്ലാവരും പല സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ നിന്നാണെങ്കിലും അതാണെങ്കിലും നമ്മളിതൊരു കൊച്ചി പോലൊരു മെട്രോ സിറ്റിയിൽ, പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ ഡിസംബർ 31 എന്ന് പറയുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം, അത് പട്ടണങ്ങളിലാണ് ന്യൂ ഇയർ ഉള്ളൂ. ശരിക്കും കൊച്ചിയിലെ ന്യൂ ഇയർ പ്രത്യേകിച്ച് കേരളീയർക്ക് ഒത്തിരി കഥകൾ പറയാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് പല ഗ്രാമങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഉണ്ടാകുന്ന ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ഇൻസിഡൻസ് ആണ്. ഈ സിനിമയിൽ വില്ലൻ ആരാണ്, നായകൻ ആരാണ്? അത് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണമല്ലോ. നല്ല എളുപ്പ പരിപാടി. ഞാൻ വില്ലനാ. പലരും പലതും പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഷൈൻ വില്ലനാണോ അതോ ഷൈനാണോ ആ കൊലപാതകി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ സിനിമയിൽ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ക്യാരക്ടേഴ്സ് ഒത്തിരി പേരുണ്ട് ഇതിനകത്ത് കാണിക്കുന്ന. ഇപ്പം നമ്മൾ ദീപക് പരമ്പോലുണ്ട്, പിന്നെ ഡെയിൻ ഡേവിസ്, മീനാക്ഷി, കോട്ടയം രമേശ്, സോന ചേച്ചി, ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക്. അതായത് അവരെ വെറുതെ എടുത്ത് പ്ലേസ് ചെയ്തതായിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല. ആ ക്യാരക്ടറിനൊക്കെ കുറച്ച് ഉള്ളെങ്കിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇതിനകത്ത്. കഥ പൂർണ്ണമായും കേട്ടിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? പൂർണ്ണമായിട്ട് കേൾക്കാറില്ല, കഥ കേൾക്കാറുണ്ട്. അതിന്റെ എപ്പോഴും ഒരു കഥ പൂർണ്ണമായിട്ടല്ല ഉണ്ടാവുന്നത്, ഒരു ഐഡിയയിൽ നിന്നാണ്. ഞാനെപ്പോഴും അവരോട് പറയാം, ആദ്യം ഉണ്ടാകുന്ന ഐഡിയ ആണ് എനിക്ക് കേൾക്കേണ്ടത്. ആ ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ. കഥ മുഴുവനായിട്ടിരുന്ന് കേൾക്കാൻ നമുക്ക് 2.5 മണിക്കൂർ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. ഒന്നാമത് അത് സിനിമ എന്ന രൂപത്തിലൂടെ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് 2.5 മണിക്കൂർ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ബോറിംഗ് ആയിരിക്കും. ശ്രദ്ധ മാറും നമ്മുടെ എന്തായാലും. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരേണ്ടത്. അത് മാക്സിമം വളരെ ചുരുക്കത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ആ ഐഡിയ കേട്ട് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പടം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി വരുമ്പോൾ പൂർണ്ണമായിട്ടും കഥ കേൾക്കാറില്ല, പക്ഷെ കഥ ഐഡിയ കേൾക്കാറുണ്ട് പൂർണ്ണമായി. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. വിട്ടുവീഴ്ചയല്ല അത്. കാരണം ഞാൻ 18 വയസ്സിൽ ഇൻഡസ്ട്രിയിൽ വന്നു. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട്
അപ്പൊ എനിക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ് ഞാൻ എന്നും കണ്ടിരുന്ന ആളുകളും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ കണ്ടിരുന്നു, മീറ്റിങ്ങിൽ കണ്ടിരുന്നതായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉള്ളത് അധികം. അപ്പൊ അവര് നമ്മുടെ അടുത്ത് വരുന്നൊരു കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് നാളായി കാണുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് നമ്മളുടെ ഒരു പ്ലാനിങ് വെച്ചുകൊണ്ട് നല്ലത് മാത്രം ചെയ്യണം, അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് മാത്രം നടക്കണമെന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്കുന്നത് എപ്പോഴും ഇത് അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്നും കൊണ്ടുപോകാനില്ല ആക്ച്വലി. അപ്പം നമുക്കറിയാവുന്ന ഒരു മുഖം ഉള്ള ഒരാളുടെ അടുത്ത് നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന്. കാരണം നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞവരെല്ലാവരും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊരു പ്രൊജക്റ്റായിട്ട് വരുമ്പോൾ മാക്സിമം അത് നടക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും വർക്ക് ചെയ്യാനും എനിക്ക് വളരെ താല്പര്യമുള്ളത് കൊണ്ടും ഞാൻ അത് മിക്കതും എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യും. വിട്ടുവീഴ്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ചില സൗഹൃദങ്ങളുടെ പുറത്ത് കഥയോ കഥാപാത്രങ്ങളെ കുറിച്ചോ കേൾക്കാതെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോയാൽ അങ്ങനെ പോവാറുണ്ട്. ഞാൻ റൂമാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥയൊന്നും കേൾക്കാറില്ല. അങ്ങനെ പോയി അഭിനയിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയ കുഴപ്പത്തിൽ ഒരിക്കലും ആവുന്നില്ല. കാരണം നമ്മളെക്കാൾ ചിന്തിക്കുകയും പോകത്തിൽ നടക്കുന്നവരുമാണ് അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പോവാറ്. ഇപ്പൊ സോഹൻ വിളിച്ചാൽ പോവും. അത് സോഹൻ ഇപ്പൊ ഹിറ്റുകളൊന്നും തന്നിട്ടുള്ള അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ അല്ലെങ്കിലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഈസിയാണ്. ഒരു കാര്യം പറയാൻ പുള്ളിക്ക് മനസ്സിലാവും, പുള്ളി പറയണ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ. സോഹൻ വിളിച്ചാൽ നമ്മൾ പോകും, റഹ്മാൻ വിളിച്ചാൽ പോകും, ആഷിക്ക് വിളിച്ചാൽ പോകും, കമൽസാർ വിളിച്ചാൽ പോകും, അമല് വിളിച്ചാൽ പോകും, സിംഗർ വിളിച്ചാൽ പോകും. അപ്പോൾ ഇവരൊക്കെയായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ല നമ്മുടെ ആശയങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളധികം എന്നേക്കാൾ നോളജുള്ള ആളുകളുമാണ്. സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ? ഞാനൊരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഗ്രൂപ്പ് അല്ല അതൊരു 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അത് ഏത് ഗ്രൂപ്പാണെന്ന് വ്യക്തമാകും. പലതരത്തിലുള്ള പവറുകളുണ്ടല്ലോ. നമ്മുടെ ഇലക്ട്രിസിറ്റി പവർ ഉണ്ട്, ഷോക്ക് അടിക്കും. അത് ഞാൻ നിങ്ങളുടെ അടുത്തല്ല, നിങ്ങൾ അതിൽപ്പെട്ട ആളല്ല, പക്ഷെ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാ പറഞ്ഞു. ഈ എല്ലാ രാജ്യത്തും ഭരിക്കുന്ന ആളുകൾ ഒരു പവർ ഗ്രൂപ്പ് അല്ലേ? നമ്മൾ എടുക്കുന്ന തീരുമാനമല്ലല്ലോ വേറെ രാജ്യത്തിനെതിരെ ആണോ? നമ്മുടെ രാജ്യം ചൈനക്കെതിരെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുക ഇല്ല, 4-5 പേര് എടുക്കുന്ന തീരുമാനമാണല്ലോ. പിന്നെ എല്ലാ സംഘടനകളിലും 4-5 പേര് എടുക്കുന്ന തീരുമാനമാണല്ലോ. അപ്പൊ അതിനെയാണ് ഇവർ ഈ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നതെങ്കിൽ അതെല്ലാത്തിലും ഉണ്ടാവും. എല്ലാവരും വിളിച്ചിരുത്തി സമ്മതം ചോദിക്കാൻ പറ്റില്ലല്ലോ. പവർ ഗ്രൂപ്പ് ഉണ്ട്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കച്ചവടമുള്ളവർ അല്ലെങ്കിൽ ആ തലപ്പത്തിരിക്കുന്നവരുടെ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അതിനൊരു അങ്ങനെ മാനേജ്മെന്റ് എന്ന് വിളിക്കണല്ലേ? തീർച്ചയായും മാനേജ്മെന്റ് ആണത്. എല്ലാവരെയും വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായം ചോദിച്ച ഒരു പരിപാടി നടക്കില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളും ജയിച്ചു വരുന്നവരെ റെപ്രസെന്റേറ്റീവ് വരുന്നവരെ കൂടിയിരുന്ന് ആലോചിക്കും. അതെല്ലാം നമ്മുടെ തീരുമാനങ്ങളാവണമെന്നില്ല, നമുക്ക് താല്പര്യമുള്ളതാവണമെന്നില്ല. പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പവർ ഗ്രൂപ്പ് എന്ന് വിളിച്ചിട്ട് മറ്റു സമയത്ത് അത് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പ് തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒക്കെ ആയിട്ട് നടത്തണ്ടേ? എന്തിനാണ് ഇവരെ ഇത്രയും കുറ്റം പറയുന്നത് എനിക്ക് പവർ ഗ്രൂപ്പ് ഒരു പ്രശ്നക്കാരായപ്പോൾ. ഇപ്പം ഈ പറഞ്ഞ ഈ ക്ലബിംഗ് എന്ന് പറയുന്ന സാധനം കുട്ടികൾ ചെയ്യുമ്പോഴും പ്രശ്നം. എന്നാൽ പോലീസ് ക്ലബ് ഉണ്ട്, മറ്റേ വക്കീൽ ക്ലബ് ഇല്ലേ, ബാർ അസോസിയേഷൻ അല്ലേ, അതൊരു ക്ലബ്. അവിടെയും ക്ലബ് ഉണ്ട്. അവിടെ ഒന്നും മോശം വരാത്ത ക്ലബ് ഇവിടെ വരുമ്പോൾ മാത്രമേ മോശമാണ് എന്ന് പറഞ്ഞ പോലെ. അത് ഈ 13-ാം രാത്രി എന്ന സിനിമ വിഷ്ണു അഭിനയിക്കുന്ന എത്രാമത്തെ പടം? കണക്കാണല്ലോ. എനിക്ക് പൊളിറ്റിക്സ് നിനക്ക് കണക്ക് എത്രാമത്തെ പടാന്നറിയില്ല. 25 പടം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അത് കൂടെ ഉണ്ട്. മീൻസ് അഭിനയിച്ച എല്ലാ പടവും കൂടി നോക്കുമ്പോ കേട്ടോ ചെറിയ ക്യാരക്ടേഴ്സ് കുറവല്ലേ ചെയ്തിട്ടുള്ളൂ. കണക്കിൽ പുറയില്ല. അതല്ല, അങ്ങനെ എണ്ണീട്ടില്ല. ഞാനിപ്പോ അടുത്ത് തന്നെ 100 ഇപ്പൊ ഇതിൽ ചെയ്യുന്ന ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താ? ഇത് മറയൂരിന്ന് കൊച്ചിയിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നൊരു ആളാണ് ശിവ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ. അപ്പം അതിൻ്റെ ഒരു മറയൂര് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു
തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന ഒരു തമിഴ് ചവയോടുകൂടി മലയാളം സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പം അതിൻ്റെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ആ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മനീഷേട്ടനാണെങ്കിലും ഇതിന്റെ റൈറ്റർ ദിനേശേട്ടനാണെങ്കിലും നിഷ്കളങ്കനായ ക്യാരക്ടറാണല്ലേ. പുള്ളിയുടെ രണ്ട് ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോ കിഷോർ അങ്ങനത്തെ ഒരു നടന്റെ പേര് പറയണ്ടല്ലോ, പുള്ളി പറഞ്ഞതാണെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞത് കിഷോർ കുമാർ പേര് മാറ്റി പറയണ. ഒന്ന് ആ നാട്ടിൽ നിന്നും വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ക്യാരക്ടറിൻ്റെ അമ്മ തമിഴും അച്ഛൻ മലയാളിയുമായിട്ടാണ് കാണിക്കുന്നത്. അച്ഛനായിട്ട് സാജൻ വെള്ളൂർത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയിൽ എപ്പോഴും തമിഴും മലയാളവും വീട്ടിലും നാട്ടിലും ആണെങ്കിലും അങ്ങനെയാണല്ലോ ഇപ്പോൾ രണ്ട് ഉണ്ടാവും. അതെ അതെ. നിങ്ങൾ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്? ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. താനാരോയിലും ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. താനാരാന്ന് പറഞ്ഞ സിനിമയിൽ തൊട്ടു മുമ്പ് ഇറങ്ങിയ സിനിമ, പിന്നെ സോഹന്റെ ഡാൻസ് പാർട്ടി സിനിമ. സിനിമ ഇതില് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ അധികം ഒരുമിച്ച് അഭിനയിച്ചിട്ടേ ഇല്ലല്ലോ ഇതില്. പക്ഷെ ഒരു സീനുണ്ട്. ഋത്തിക് റോഷൻ എന്ന സിനിമയ്ക്ക് ശേഷം കട്ടപ്പനയിലെ വിഷ്ണു അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ സിനിമ ഏതായിരുന്നു? ശ്രദ്ധേയമായ ഇൻ ദ സെൻസ് എനിക്കാണോ? അതെ. വെടിക്കെട്ട ഐഡിയൻ ചന്തു. വെടിക്കെട്ടിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. താനാരോ എന്നാലും എനിക്കിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമെന്ന് എനിക്ക് അറിയാനും പാടില്ല. അത് ഭയങ്കര അഭിപ്രായങ്ങൾ കിട്ടിയൊരു ക്യാരക്ടർ, അതും എനിക്കിഷ്ടമാണ്. യമണ്ടൻ പ്രേമകഥയിലൊരു ക്യാരക്ടർ, അതാകുമ്പോൾ ഹ്യൂമർ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പം ഞാൻ ചെയ്ത പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അതിലെനിക്ക് ഭയങ്കര അത് പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അതല്ല തിയേറ്ററിൽ ഇറക്കണം എന്ന് പറഞ്ഞു വിചാരിച്ചു 13-ാം രാത്രി പറയുന്നു. 13-ാം രാത്രി അയ്യോ ഡെഫിനറ്റ്ലി അത് അത് ഇവരെ എക്സ്പെക്ട് ചെയ്യണതായിരിക്കുമല്ലോ, മാറ്റി പറയട്ടെ. മാളവികയെ സംബന്ധിച്ചും ഈ കഥാപാത്രം നൽകുന്ന ഉറപ്പ് എന്താണ്? അത്ര ടഫുള്ള ചോദ്യമല്ല. അല്ല, എല്ലാരും ഭയങ്കര ആലോചിച്ച് പറയല്ല. പറയാൻ പറ്റില്ല. ആലോചിച്ചിട്ട് അല്ല, എനിക്ക് ഫീൽ ചെയ്തത് ഇത് വളരെ എളുപ്പത്തിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഭയങ്കര ആഷ് പോഷ് കാണിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ടല്ല ഞങ്ങൾക്ക് മിക്കവർക്കും. ബട്ട് നമ്മളെ നാച്ചുറലി നമ്മളുടെ നോർമൽ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ഇപ്പോ മഹേശ്വരൻ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഒരു ബോൾഡ് ക്യാരക്ടർ ആകുമോ പലരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതും പിന്നെ ആ കുട്ടി അതിലൂടെ മാറുന്ന ഒരു കഥാപാത്രം പ്രാധാന്യമുള്ള വേഷമാണോ ആയിട്ടാണ് എനിക്ക് കേട്ടപ്പോ ഫീൽ ചെയ്തത്. ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ തമിഴിലും മലയാളത്തിലും പല പടങ്ങളിലും അഭിനയിച്ചല്ലോ. കൂടുതലും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? ഞാൻ പറയണ്ടേ, പറഞ്ഞു തന്നേ ഉള്ളൂ. മലയാളത്തിൽ കൂടുതൽ പടം ചെയ്തിട്ടുള്ളത്. തമിഴിൽ 1-2 അതിലൊരു 6 പടം ചെയ്തു തമിഴ്. അതായത് ക്യാരക്ടറും ചെയ്തു, അല്ലാതെയും ചെയ്തു, മെയിനായിട്ടും ചെയ്തു. എന്നാ പിന്നെ ഇഷ്ടം ഓരോ ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്നായിരുന്നു എനിക്ക് കൂടുതൽ വന്നിരുന്നത്, തമിഴിൽ നിന്നായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ എപ്പോഴോ ചൂസ് ചെയ്തു എനിക്ക് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. പലതും ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്തതായിരുന്നു. അവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു. പക്ഷെ കൂടുതലും എന്താ പറയുക, ഇങ്ങനത്തെ വില്ലേജ് അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സും പുതിയ ആൾക്കാരും ടീം അപ്പ് ചെയ്ത് ചെയ്യുന്ന പലതും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള കുറെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേറെ ചെയ്യാം. അതിപ്പോ കുറച്ചുള്ളൂ വെച്ചാലും ആ ക്യാരക്ടർ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ മലയാളത്തില് കുറച്ച് ഫിലിംസ് ചെയ്തു. അങ്ങനെ ഏത് തരം വേഷങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം? ഞാനൊന്നും പറയില്ല. എനിക്ക് ഓരോന്ന് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ എനിക്ക് എന്തോ താല്പര്യം തോന്നി. അതെന്താന്ന് വെച്ചാ വില്ലത്തി ഒന്ന് നോക്കുകയാണ് ഇങ്ങനെ. അല്ല, പലരും എന്നെ കാണുമ്പോഴുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പാവം മുഖം, അത്ര പാവല്ലാന്നായിരിക്കും പറയണ്ട. വേറെ കണ്ടിട്ടില്ല. അതാണ്. അപ്പൊ അതാണ് ഞാൻ ചേട്ടൻ ഒന്നും പറയരുത് പ്ലീസ്. അപ്പൊ ആ ഒരു ചിന്ത പലർക്കും ഉണ്ടാവും.
അതായത് ഞാൻ അങ്ങനെ ചെയ്യുക, ആ കുട്ടിക്ക് ആപ്റ്റ് ആവുകയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ച് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മിക്കപ്പോഴും. ഈ സെയിം ഈ നല്ല കുട്ടി വീട്ടിലെ നല്ല കുട്ടിയായിട്ട്, അല്ലെങ്കിൽ അവളെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, അങ്ങനത്തെ എനിക്കും അങ്ങനെ കുറച്ച് മോശമായിട്ട് പെരുമാറുന്നു. നാട്ടിൻപുറത്തിന്റെ അതാണ് ഉദ്ദേശിച്ചത്. നാട്ടുപുറം ഇപ്പൊ ഏതൊരു ക്യാരക്ടറിലും അത് നൈസായിട്ട് പോകുന്ന ഒരു പ്രത്യേകിച്ച് ഒന്നും നടക്കാത്തൊരു റൊട്ടീനുള്ള അല്ലാതെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോ ഇതിലിപ്പോ ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതുപോലെയാണ്. അത് സാധാരണ ഒരു ദുശീലങ്ങളൊക്കെ ഉള്ള ക്യാരക്ടറാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ ചെയ്യും, എനിക്ക് വന്നാൽ ഞാൻ ചെയ്യും. ഇതിൽ ദുശീലം ഉണ്ടെന്നല്ല, പക്ഷെ ആ കുട്ടി ഈ ക്യാരക്ടർ ഒരു ഫേസിലൂടെ പോകുമ്പോ അവിടെ കുറച്ച് കാണിക്കാനുള്ള സംഭവങ്ങൾ വരികയാണ്. ഗോ ത്രൂ ചെയ്യുമ്പോ അപ്പോഴാണല്ലോ, ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരിക. അല്ലാതെ ഇരിക്കുമ്പോ നോർമലി ഇപ്പൊ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണെങ്കിലോ അത് കുറച്ച് പാടുപെടും. അല്ല പാടുണ്ടാവും അതിന്, തീർച്ചയായിട്ടും I will welcome with both my hands. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഇടി കൂടാനൊക്കെ. നമുക്കിപ്പോ തന്നെ ഉണ്ടായിരുന്നു. തമിഴിലൊക്കെ അഭിനയിക്കുമ്പോ ഒരുപാട് ഗ്ലാമറസ് ആകേണ്ടി വരുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനത് പലതും ചൂസ് ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട്. ആണുങ്ങൾക്ക് ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് പറ്റൂ. സ്ത്രീകളാണ് ബ്യൂട്ടിഫുൾ ബീങ് അല്ലേ? അതാണല്ലോ അവര് ചോദിക്കുന്നത്. അപ്പൊ അത് അവരങ്ങനെ ആവുന്നതാണ് ഇപ്പോഴും കാണാൻ ഭംഗി. നമ്മൾ ഗ്ലാമറസ് ആവുന്നതാണ് ഒരു ഭംഗിയില്ല. ആണുങ്ങൾ ഋത്തിക് റോഷനും സൽമാൻ അങ്ങനെ ഒരു അഭിപ്രായം വിഷ്ണുവിനുണ്ടോ? ആണുങ്ങൾ ഗ്ലാമറസ് ആയ മോശമാകുന്നു? മോശമൊന്നല്ല, നമ്മള് സ്ത്രീകളുടെ പോലെ beautiful നമ്മളെ ആവില്ല. അഭിപ്രായം പറയണത് നമ്മൾ ആണുങ്ങളായതുകൊണ്ട് നമുക്ക് മറ്റതല്ലേ ഭംഗി തോന്നും. അത് സ്ത്രീകളാണ് പറയേണ്ടത്. ഋത്തിക് പോലെയുള്ളവര് വളരെ ഉണ്ടാവുള്ളൂ. അത് മസിലും ഹൈറ്റും അങ്ങനത്തെ ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നു. ഇപ്പം ആ കൊറിയയിലുള്ള പാട്ട് ഗ്രൂപ്പ് ഇല്ലേ, അവരുടെ ഒരു മച്ചാനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയണത്. മനസ്സിലായോ? അവൻ എന്തോരം ആരാധകരാന്ന് അറിയൂ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെന്നാണ് എന്നാ പറയണം. ഷൈൻ പാടാറുണ്ടോ? ഞാൻ പാടാറുണ്ട്, ഇതിൽ പാടിയിട്ടുണ്ട്, പ്ലേ ബാക്ക് സിംഗിലേക്ക് കടന്നു. പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു 2 വരി പാടാമോ? ഞാൻ പാടാം, കരോക്കെ ഇട്ടിട്ട് പാടാം. വിഷ്ണു എന്തോ കണ്ണക്കുരുട്ടുണ്ടോ? വിഷ്ണു 2 പാട്ട് പാടിന്റെ ഒരു പടം. നിങ്ങളുടെ ചാനലിൽ ചിലപ്പോ കോപ്പിറൈറ്റ് വരും കേട്ടോ. അതെങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് നമ്മൾ ഫേസ് ചെയ്യൂലേ? ഫേസ് ചെയ്യണം. ചാനൽ ഫേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ? ധൈര്യമായിട്ട് കിട്ടോ. ആ പാട്ടാണ് ഈ പാട്ട് ജന്മം ചെയ്ത ആപ്പിനെ തിരിച്ചറിയാൻ പറ്റില്ല. പുള്ളി വേറെ ആപ്പൊക്കെ നോക്കിയിരിക്കണ കേട്ടാ, ലിറിക്സ് എടുക്കണേന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണോ. ഒരുപാട് ആസ്വദിച്ച് കേട്ട പാട്ടുണ്ടാവുമല്ലോ. നമുക്ക് ബോംബെ പിടിച്ചാലോ? തട്ടിക്കോ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അത് കേൾക്കണം. കഴിഞ്ഞിട്ടില്ല, മതിയില്ലേ? കയ്യടിക്കിച്ച് അവസാനിപ്പിച്ച കുറച്ച് മതിയല്ലോ. പാടാലോ? ബോംബെ രവിക്ക് അറിയോ ഇതൊക്കെ? പാടാം, പാടുന്നതിന് കുഴപ്പമൊന്നും. അത് കാണിക്കാതിരുന്ന അല്ല, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കരോക്കെ ഉപയോഗിച്ചൂടെ? നമ്മളത് സ്റ്റേജിൽ പാടുന്നോണ്ട് കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്റ്റേജിൽ പാടുമ്പോ റോയൽറ്റി പോയില്ലേ? ഇടയ്ക്ക് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പടം കോപ്പി ചെയ്ത് ഇങ്ങനെ മാത്രം ഒരു വിലയില്ല. തിയേറ്ററിൽ റിലീസായ അല്ലേ? അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാത്തിനും കോപ്പി റൈറ്റ്. പടം അടിച്ചു മാറ്റി കാണിക്കാമല്ലോ. ഏത് സാധനത്തിൽ കൂടെയാണ് അത് കൂടുക? ഒരു ആപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് പോലത്തെ, ടെലിഗ്രാം. അതൊരു OTT ആണെന്നാണ് ചില ആളുകൾ വിചാരിച്ചേക്കണം. ആൾക്കാർ അതൊരു കട്ടെടുക്കലാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞാണ്, നമ്മുടെ പടം ടെലിഗ്രാമിൽ വന്നിട്ടുണ്ട്, അതിന്റെ ലിങ്ക് തരാം, ഒന്ന് ഷെയർ ചെയ്തോ, നല്ല റീച്ച് കിട്ടും. പറയടാ, നിന്റെ പോലീസ് പോലീസ് ഒന്നും അവർ ആരും അല്ല, അങ്ങനെയെങ്കിലും അത് കളയട്ടെ. ഒരു ഫോട്ടോ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുന്നതിന് കോപ്പിറൈറ്റ് വരുന്നില്ല, എടുക്കാൻ പറ്റില്ല കാശ് കൊടുക്കാതെ. അതുപോലെ എന്ത് ഇതാക്കാൻ പറ്റാത്തത്? എടുത്തോട്ടെ ആൾക്കാര്, പക്ഷെ കാശ്
പുതിയ പുതിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അത് എവിടെയെങ്കിലും ചെന്ന് എല്ലാത്തിനും കോപ്പിറൈറ്റ്, സിനിമയ്ക്ക് ഒന്നും കോപ്പിറൈറ്റ് ഇല്ല. ചില ഗ്രൂപ്പിൽ വരും, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഗ്രൂപ്പിലോട്ടേക്ക് വീണ്ടും വരും. പ്രണയത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഷൈൻ പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പ്രണയം ഒരിക്കലും സ്നേഹമല്ല, സ്നേഹബന്ധത്തിലാവുക എന്നാണ് നമ്മൾ പറയാറ്. പ്രണയബന്ധത്തിലാവുക എന്ന് പറഞ്ഞാൽ പ്രണയവും സ്നേഹവും രണ്ടാണെന്ന് അഭിപ്രായമുണ്ട് എനിക്ക്. ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. പ്രണയം എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്വാർത്ഥത നിറഞ്ഞതും, പ്രണയം നമുക്ക് മാത്രം കിട്ടണമെന്നുള്ളതും വളരെ അനിശ്ചിതത്വമുള്ളതും സംശയമുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. തനിക്ക് മാത്രം സ്വന്തമാക്കണം എന്നുള്ളതാണ് പ്രണയം, അല്ലേ? സ്നേഹം പക്ഷെ എല്ലാവരോടും ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് നോട്ട് റൊമാൻസ്. റൊമാൻസ് ഒരാണിനും പെണ്ണിനും തോന്നുന്നതും ഗോഡിനുള്ളത് ലവുമാണ്. അങ്ങനെ സ്വന്തമാക്കണം തോന്നിയ എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? സന്ദർഭങ്ങളുണ്ട്. ചില പെൺകുട്ടികളുണ്ടായിരുന്നു. സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കും തോറും അത് പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ നമുക്ക് സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ്. അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയില് ഷൈനെ കുറിച്ച് ഒരുപാട് മോശമായ പല സംഭവങ്ങളും. സോഷ്യൽ മീഡിയ തന്നെ വളരെ മോശമായ ഒരു പ്രക്രിയയാണ് നാട്ടിലെ. കാരണം ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ആളുകൾ വളരെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുകയും അവരവരവരുടെ പണിയെടുക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ചാനലുകൾ ഇല്ലാത്ത സമയത്ത്. ഈ ചാനലുകൾ കൂടുന്നത് കൊണ്ട് ഒരു സമൂഹം നന്നാവുന്നില്ല എന്നുള്ളത് മനസ്സിലായി. സോഷ്യൽ മീഡിയ ഉണ്ടാവുന്നതുകൊണ്ടും ഒരു സമൂഹം നന്നാവുന്നില്ല. പക്ഷെ നല്ലത് സംഭവിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ഇതിക്ക് മുന്നേ ആയിരുന്നു, അല്ലേ? വളരെ അരമണിക്കൂറിന്റെ വാർത്ത മാത്രം കേട്ടിട്ട് നമ്മൾ 24 മണിക്കൂർ വാർത്ത 7-8 ചാനലിൽ നിന്ന് കേൾക്കേണ്ട അവസ്ഥ. ഇതൊക്കെ വിഷം തന്നെ കുത്തിവെക്കുന്ന ആളുകൾക്കിടയിൽ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരിക്കലും അഡ്വാൻറ്റേജ് മാത്രമല്ല, കൂടുതലും ഡിസഡ്വാൻറ്റേജാ. കാരണം അവർ പറയുന്നത് മാത്രം, അവർ ചിന്തിക്കുന്നതിലൂടെ മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത് അടിമത്തം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം വളരെ മോശമായിട്ട് ഒരാള് ഷൈനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളപ്പം അതിലും മോശമാണെന്ന് മനസ്സിലായില്ലേ? അല്ല, അതൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. മോശമായി പറയുന്നത് നമ്മൾ എന്തായാലും തിരഞ്ഞുപിടിച്ച് കാണും. കാരണം അത്രത്തോളം മോശത്തരം അവരിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ എപ്പോഴേലും തരം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ ഉള്ളിന്. അല്ല, കർഷകൻ കള പറിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും ക്യാമറയുടെ മുൻപിൽ ഷൈൻ വല്ലാത്ത ഒരു ഇതൊക്കെ കാണിക്കാറുണ്ട്, ഒരു ഫോണൊക്കെ എടുത്ത് എറിയുന്ന സംഭവം. അത് ബോധപൂർവം ചെയ്യുന്നതാണോ? ബോധപൂർവം ചെയ്യുന്ന, ബോധമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ കാണില്ല. ഞാൻ ബോധമില്ലാതെ എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. ആക്ച്വലി ബോധത്തോടു കൂടി ചെയ്യുന്നതാ, വളരെ ബോധത്തോടു കൂടി ചെയ്യുന്നതാ. ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്റെ രസത്തിന് വേണ്ടിയിട്ടും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതിൽ ഉണ്ടാവുന്ന രസത്തിന് വേണ്ടിയിട്ടും കൂടി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. കാരണം പക്ഷെ അത് ആ രസം മറ്റുള്ളവർ അതേ അളവിലല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അവരെപ്പോഴും അളവിൽ കാണരുത്, കുറച്ച് ഒരു അളവിലും കൂടി കാണണം. കാരണം എപ്പോഴും ആൾക്കാരെ രസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഫാൻസിനേക്കാൾ കൂടുതൽ ഹേറ്റേഴ്സിനെയാണ്. കാരണം അതാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക. ഒരു മോശം വാർത്ത ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഒരു നടനെ നേരിട്ട സംഭവമായ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ആ വാർത്തകൾ സഞ്ചരിക്കുന്ന കണ്ടില്ലേ? അത് ഷെയർ ചെയ്യാനും വായിക്കാനും കൊടുക്കാനും ഒക്കെ എന്താ മുറ്റുക്ക്. ഇതിനെന്താ പറയാ, മോശത്തരം തന്നെ പറയാം. ഇവിടെ കൂടിയൊരു അവസ്ഥയാണത്. ഒരിക്കലും നമ്മൾ അവരൊന്നും തെളിയിക്കപ്പെടാത്ത സംഭവങ്ങളൊന്നും. ആരാണ് ശരി ആരാണ് തെറ്റൊന്നും കൂടി അറിയില്ല. എന്നിട്ടും അതിനെ എങ്ങനെയാണ് ഒരു വശത്തേക്ക് മാത്രം ബാലൻസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. സഹസംവിധായകനായിട്ടാണ് സിനിമയിൽ വരുന്നത്, അല്ലേ? പിന്നീട് നടനായി. സംവിധാന മോഹം ഉപേക്ഷിച്ചു. ഇല്ല, സംവിധാന മോഹം ഉണ്ടായിട്ടില്ല. നമ്മൾ നടനായിട്ട് വരുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല ഇൻഡസ്ട്രിയിൽ. ഒരു നടനും ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആരെയും പിടിച്ച് നടനാക്കിയിട്ടുമില്ല ഈ പാരമ്പര്യം ഇല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന്. അപ്പൊ നടനാവണമെന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാളെ മാക്സിമം ഉച്ചത്തോടെ കണ്ടിരുന്നല്ലേ, ലൊക്കേഷനിലാണെങ്കിലും ആരാണെങ്കിലും. അപ്പൊ ഇവിടെ നടനാന്ന് പറഞ്ഞ് വരാൻ ആ പ്രായത്തിലും യാതൊരു സാധ്യതയും ഇല്ല ചാൻസ് കിട്ടാൻ. അതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കുക, പടത്തെ മനസ്സിലാക്കണം. ഇതൊരു ടെക്നിക്കും കൂടിയാണല്ലോ. അല്ല, അന്നോ അപ്പൊ അഭിനയിക്കാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു മനസ്സിൽ. അത് തന്നെയായിരുന്നു മനസ്സിൽ. അല്ലാതെ സംവിധാനം ചെയ്യുക എന്നുള്ളത് അതൊരു സംവിധാനം ചെയ്ത പരിപാടിയായിട്ട് പോലും എൻ്റെ ബുദ്ധിയിൽ വന്നിട്ടില്ല.
ഇതിന്റെ പിന്നിൽ എഡിറ്റർ ഉണ്ടെന്നോ കഥാകൃത്തുണ്ടോ, ഇതൊക്കെ നടന്മാര് ചെയ്യുന്ന പരിപാടികളായിട്ടാണ് ചെറുപ്പത്തിൽ എന്റെ ഐഡിയയിലേക്ക്. കമൽ സാറിന്റെ അടുത്ത് എങ്ങനെ എത്തി? കമൽ സാറാണ് എന്റെ വീടിന്റെ അടുത്ത് വന്ന് താമസിച്ച ഒരു അയൽവാസി ആദ്യം പൊന്നാനിയില്. എനിക്ക് ആ കൂടിയുള്ള ഒരു ബന്ധം കമൽ സാറായിട്ട് മാത്രമേ ഉള്ളൂ സിനിമയിൽ. അത് പൊന്നാനിയിൽ വന്ന് ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾ അടുത്ത് താമസിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അതുകൊണ്ട് സാറിനെ കൂടെ കൂടി ഒന്നും പറയാനും പറ്റില്ലല്ലോ. അയൽവാസി ആയിരുന്നു, ഫാമിലി ആയിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പയ്യനും അല്ല, പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിരുന്നില്ല. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തടത്ത് കീഴടങ്ങി. പക്ഷെ തുടക്കം ഗംഭീരമായിരുന്നു അഭിനയത്തിലെ തുടക്കം എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈസി ആയിരിക്കും. കാരണം പുതിയ ഒരാളല്ലേ, അയാളുടെ പുതിയ ഭാവങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ. പിന്നീടാണ് അവന്റെ കാലം ദുഷ്കരമാവുന്നത്. കണ്ട് 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 അവൻ ആവർത്തനത അവനിലുണ്ടാവും ഇല്ലേ, അവന്റെ ഒരു സ്റ്റൈല്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് വരാൻ കുറച്ച് പാടാം. വിഷ്ണു ബിബിനും ഒരുമിച്ചാണ് സിനിമയിൽ വരുന്നത്. തിരക്കഥാകൃത്തുക്കൾ സ്കിറ്റുകൾ എഴുതി തിരക്കഥാകൃത്തുക്കളായി, സംവിധായകരായി. രണ്ടുപേരും ഇപ്പോൾ നടന്മാരുമാണ്, ലൈവായിട്ട് അഭിനയവേദിയിലുണ്ട്. നിങ്ങളിൽ ആരാണ് കേമൻ, ആരാണ് ബുദ്ധിമാൻ? ചേട്ടൻ രണ്ടും കൽപ്പിച്ചെറിയൊക്കെയല്ലേ. 20 മിനിറ്റ് ആയില്ലേ? ബെല്ലടിക്കുന്ന ആളെ കണ്ടില്ലല്ലോ. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ ബിബിനാണ് കേമൻ, അവൻ തന്നെയാണ് ബുദ്ധിമാൻ. അവനോട് എന്ന് പറയണം, അതാണ് നിയമം. ആക്ച്വലി ബുദ്ധി ആളെന്നിട്ടല്ല നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. മനസ്സിന്റെ ഓരോ ഇഷ്ടം ബുദ്ധിപരമായിട്ട് എടുക്കാൻ. അതേപോലെ അവനോട് ചോദിക്കുമ്പോ അവൻ എന്റെ പേര് പറഞ്ഞോളൂ എന്നുള്ള വിശ്വാസത്തിൽ. അവന് കുറച്ച് ബുദ്ധി കൂടുതലാണെങ്കിൽ പറയില്ല, ഇരിക്കട്ടെ. അവൻ ഹൈലി ടാലന്റഡ് ആണ്. ബിബിനു തന്നെ പറഞ്ഞ വിഷ്ണു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ എഗ്രിമെന്റ് ധാരണ അങ്ങോട്ടും കൂടി ശരിയായി. വെടിക്കെട്ടിന് ശേഷം ആർക്ക് വേണ്ടിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്? ഷാഫി സാറിന് വേണ്ടിട്ട്. സംവിധാനോ? ഷാഫി സാർ. സംവിധാനം തിരക്കഥ. നിങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഞങ്ങളിപ്പോ സംവിധാനം ചെയ്യാൻ പ്ലാൻ ഇല്ല. തലവേദന എടുക്കാൻ പോയിരിക്കുക. സംവിധാനം ഉടനെ ഇല്ല. അഭിനയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. സിനിമയുടെ എല്ലാ മേഖലകളിലും വിഷ്ണു ഉണ്ട് അല്ലേ? കഥ എഴുതുന്നു, സംവിധാനം ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടം ഏതാണ്? അഭിനയം. അത് കംഫർട്ടബിൾ ആവുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാരണം നമ്മള് ചെറുപ്പം തുടങ്ങി അതിലേക്കാണ് ആഗ്രഹിച്ചേക്കുന്നതും അതിലേക്കുള്ള ഫോക്കസ്, അതിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് നിങ്ങളെ വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് DC നോവലൊക്കെ പറഞ്ഞെടുത്താണ് നമ്മൾ എഴുതാൻ തീരുമാനിക്കണ പോലും. അതും അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിനയം തന്നെയാണ് അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അത് തിരക്കഥാകൃത്തുക്കൾ സംവിധായകരാകുന്നു, സംവിധായകർ അഭിനേതാക്കളാവുന്നു. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ലതല്ലേ? ഈ ചേഞ്ച് മുന്നേ ഉണ്ടായിരുന്നു. എഴുത്തുകാര് സംവിധായകരായിരുന്നു, സംവിധായകര് എഴുത്തുകാരും ആവും. പക്ഷെ ഇവര് രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് ആവുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്താണ്. മാളവിക സിനിമയിൽ വരണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ്? ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്തിനൊക്കെ പറയുന്നു? യാദൃശ്ചികമായി സംഭവിച്ചാണോ? അതെ, കണ്ടു. തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ സ്വപ്നം അങ്ങനെ കാണാൻ പറ്റില്ല. അല്ല, സൈൻ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സ്വപ്നവും ആഗ്രഹവും ഇതും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ കോളേജ് അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. ഡോക്ടർ എഞ്ചിനീയർ നല്ലൊരു ഡാൻസറാണ്, ഡാൻസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ അത്ര പഠിച്ചിട്ടില്ല. സിനിമയിൽ വന്നതോടുകൂടി ഡാൻസ് വേണ്ടെന്ന് വെച്ചതാണോ അതോ അതിനകത്തേക്ക് പോകാൻ കഴിയാത്തതാണോ? ഒരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഡാൻസ് ഞാൻ 3 വയസ്സ് തൊട്ട് പഠിച്ചിട്ടുള്ളത് ഭരതനാട്യമാണ്. പക്ഷെ സ്കൂളിംഗ് സമയത്ത് ഫർദർ സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ ഡാൻസ് ആ സമയം മാറ്റി വെച്ചു. സ്കൂളിൽ തന്നെയാ ഡാൻസ് കളിക്കേണ്ടതും, കോമ്പറ്റീഷൻസ് ഒക്കെ വേറെ എവിടെയില്ല ആ സമയത്ത്. പക്ഷെ ഒരു 9th 10th കാലത്തിലാണ് സിനിമയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആണ് ഒരുപക്ഷെ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ ഇതില് ചെയ്തു തുടങ്ങി. മൂവീസിൽ പതുക്കെ ചെയ്തതിന് ശേഷമാണ് സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരതനാട്യമൊക്കെ ആണ് ചെയ്തു വെച്ചാലും വെസ്റ്റേൺ സിനിമാറ്റിക് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് ചെയ്തത്. അതെനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഇത്രയും ക്രൗഡിന്റെ മുന്നിലൊക്കെ അവരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഞാൻ ഡാൻസ് ചെയ്യുക,
അതിനും അത്രയും നല്ല കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഞാൻ അതിലും വലുതായിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറച്ച് സ്റ്റേജസ് ഒക്കെ ചെയ്തു. ഇപ്പോ ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ മലയാളത്തിലെ ഡാൻസ് രീതിയിൽ അങ്ങനെ ഒരുപാടൊന്നും മൂവീസിൽ അധികം വരാറില്ല. ഇപ്പൊ പിന്നെയും എഗെയിൻ ഓണായി തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ടൈം എനിക്ക് തോന്നുന്നു ഒരു 90% മലയാളത്തിൽ, മറ്റുള്ള ഇപ്പൊ തമിഴും തെലുങ്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു സോങ്, ഒരു 2 സോങ് മസ്റ്റ് ആണ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലോ. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ കുറഞ്ഞു, വളരെയധികം കുറഞ്ഞിരുന്നു ഇടക്കാലത്ത്. ഇപ്പൊ എഗെയിൻ മറ്റേ ഇലുമിനാറ്റി ഇതൊക്കെ വന്നപ്പോ പിന്നെയും ഒരു ഒന്ന് ഓണായ. പാടി അഭിനയിക്കുന്നത് ഞങ്ങൾ വന്നപ്പോ തീരെ ഇല്ലായിരുന്നു. അതെ, ഞാനൊക്കെ പാടി അഭിനയിക്കാൻ വേണ്ടി ഫിലിം ഇഷ്ടപ്പെട്ടിരുന്ന കളിക്കാൻ ഒരാളാണ്. പറ്റാണ്ടായിരിക്കും ചിലപ്പോ അവര് അങ്ങനെ. അതല്ല, അത് ലാലിനി മമ്മൂക്കാടി ആ വരുന്ന സമയങ്ങളിൽ ഭയങ്കരമായിട്ട് പാടി അഭിനയിക്കില്ലായിരുന്നു. നമ്മൾ നടത്തിൽ വന്നപ്പോ അതേ ഇല്ലാതെയായി, ഒക്കെ സീക്വൻസുകളായി. കംപ്ലീറ്റ് ആയി. അപ്പോ അഗെയിൻ വിട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ എന്നാലും ഐ എം ഓപ്പൺ ഫോർ ഡാൻസ്. കാരണം അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴായാലും ഇനിയും ഫർദർ ആയിട്ട് ഈ ക്ലാസിക്കലിലേക്ക് വൈകാതെ ഗെറ്റ് ബാക്ക് ചെയ്യുന്നതായിട്ട്. മോഹിനിയാട്ടല്ലോ, ഭരതനാട്യം പഠിച്ചത്. ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം പഠിച്ചു. അത്രയും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു സിംഗിൾ ഐറ്റത്തിലായിരുന്നു. സിംഗിൾ ഐറ്റം കളിച്ചോണ്ട് കലാതിലക ആവാൻ പറ്റില്ല. കലാതിലക ആയാലും സിനിമയിൽ എടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്തിരുന്നത്. ഞാൻ കലാപത്തിന് ഡാൻസിലേക്ക് പോയാൽ സിനിമ പ്രശ്നാവില്ലേ? ഇല്ല. ഡാൻസ് എന്ന് പറയുന്നത് ഒരു സംഗീതമാണ്. അതെ, പണ്ട് കാലത്ത് ഇപ്പൊ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ചൂസ് ചെയ്യാൻ അവിടെ ഒരു സമയം ഉണ്ടായിരുന്നില്ലേ. ഡാൻസ് അറിയുന്ന കുട്ടിയാണോ എന്നാ കുട്ടി? ഇങ്ങനെ മാറിയേക്കും. അതെ, അതൊരു പ്ലസ് ആയിരുന്നു. അത് ആ പ്ലസ് ലാലേട്ടനുണ്ട്, നൃത്തവും സംഗീതവും അറിയുന്നു. അത് നിങ്ങൾക്കും ഉണ്ടല്ലോ. അല്ല, അതുകൊണ്ട് കലാതിലക ആവാൻ നമ്മൾ ട്രൈ ചെയ്തിരുന്നത് അതിനാ, സിനിമയിൽ കയറാൻ. അന്ന് കലാതിലകം വഴി നടക്കുന്നത് തന്നെ ഡാൻസ് ചെയ്തിട്ടാ. കലാപ്രതിഭ, കലാപ്രതിയും കലാതിലകവും അല്ല, അങ്ങനെയാണ് അവരെയാണ് സിനിമയിൽ എടുത്തിരുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ. അഭിനേത്രിയായിട്ട് അറിയപ്പെടാനാണോ നർത്തകിയായിട്ട് അഭിനയിക്കാനാണോ? രണ്ടിലും. രണ്ടിലും. നൃത്തം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ 10 മിനിറ്റ് അല്ല കളിക്കേണ്ടത് ശരിക്കും നൃത്തം. ക്ലാസിക്കല് ശരിക്കും ശോഭനയൊക്കെ കളിക്കുന്നത് 10 മിനിറ്റ് അല്ല. അതിന്റെ അതിന്റേതായ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഭയങ്കര. ഇപ്പൊ മറ്റേ വെസ്റ്റാന്ന് പറഞ്ഞപ്പോ നമുക്കിപ്പോ സ്റ്റേജ് ഷോസ് വരുമ്പോ നമുക്കൊരു 2 ദിവസം പ്രാക്ടീസ് ചെയ്ത, അല്ലെങ്കിൽ ഇപ്പൊ ഷോസും കാര്യങ്ങളും പലതും അങ്ങനെ ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല. 1 മാസം, 5 മാസം, 6 മാസം, ഒരു കൊല്ലമൊക്കെ എടുത്ത് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട. എല്ലാ ദിവസവും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് എല്ലാ ദിവസവും. ഇഷ്ടപ്പെട്ട നർത്തകി ആരാ? രുക്മിണി അടിപൊളിയാണ്. ശോഭന നല്ലതാണ്. അയ്യോ, അവരുടെ സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും കിതക്കിനും കണ്ടിട്ടില്ല. 1/2 മണിക്കൂറൊന്നും പെർഫോം ചെയ്തിട്ട് സത്യം. നമുക്ക് 1 മിനിറ്റ് ഒന്നും കളിക്കാൻ പറ്റില്ല ക്ലാസിക്കല്. ഷൈനും മാളവിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് കുറുക്കൻ, കാമുകനും കാമുകയായിരുന്നു. കാമുകയും അല്ല, ആക്ച്വലി ബെസ്റ്റീസാ. അതെ, അത് പറ്റിച്ച് കാണിച്ചു കൊടുക്കാൻ പോകും. എന്താണ് ഷൈനിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ മോശമായ അഭിപ്രായമാണ്. ഞാൻ പക്ഷെ നന്നാക്കി പറയാൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. എന്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് സംസാരിക്കാനെ പറ്റി. മോശം പറഞ്ഞാലും നല്ല പറഞ്ഞു. ഇല്ല, എനിക്ക് മോശമായിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഇപ്പൊ ഷൈൻ ചേട്ടനോട് മുമ്പിൽ ഇരിക്കണോണ്ടെന്നല്ല, ആര് പുറത്ത് ചോദിച്ചാലും ഷൈന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? ആ 2 പേരുടെ പേര് പറഞ്ഞില്ലടാ, കൂട്ടുകാരികളുടെ പേര് തരും. കുറുക്കം കഴിഞ്ഞപ്പോ അത്തരം ചോദ്യങ്ങൾ ധാരാളം കേട്ടൂല്ലേ? എനിക്ക് നല്ല തന്നെ പറയണ്ടായുള്ളൂ, അല്ലാതെ ഒരു മോശമായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ കുത്തി ചോദിച്ചാൽ വരുന്നത് ഒരു വിഷമമുണ്ടല്ലോ. എനിക്ക് വിഷമമില്ല, കാരണം മോശമായിട്ട് പറയുമ്പോഴും നമ്മൾ മോശമല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മള് സ്വന്തമായിട്ടാണോ ഡബ് ചെയ്യണം? അല്ലല്ല, അതെ, ഞാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്യാറ്. പല പൊതുവെ പെൺകുട്ടികൾ വേറെ ആരെങ്കിലും ഡബ് ചെയ്യാറ്. പക്ഷെ ഇതില് ഞാനല്ല ചെയ്താണ്. ചില സമയം ചെയ്യിപ്പിക്കാറില്ല അവരെ കൊണ്ട്. എന്നെ വിളിച്ചില്ല. അതെന്തുപറ്റി? അങ്ങനെയാണ് അതിന്റെ പതിവ്. ആ ചിട്ടകളൊക്കെ തെറ്റി. അല്ല, പതിവ് ചിട്ട പെൺകുട്ടികൾ ചെയ്യിപ്പിക്കാറില്ല അധികം. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ മുൻകാലങ്ങളിൽ തീരെ ചെയ്യാറില്ല. ശോഭനയൊന്നും ചെയ്തിട്ടേ ഇല്ല. അല്ല, ശോഭന മാമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അധികവും ഭാഗ്യലക്ഷ്മിയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കഥാപാത്രങ്ങൾക്കും ചെയ്യുക. ഇപ്പോഴാണ് പിന്നെയും ചെയ്യിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പൊ മഞ്ജു വാര്യരൊക്കെ സ്വയം ഡബ് ചെയ്തു തുടങ്ങി. നേരത്തെ വന്നപ്പോ മഞ്ജു വാര്യരല്ലേ ചെയ്തിരുന്നത്. സല്ലാപത്തില് പുള്ളിക്കാരല്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ അവരുടെ സംസാരം പോലെ തന്നെ കയറി വന്നപ്പോഴാണ് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പോ ഒരുപാട് വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് നന്ദി.
അതെ